നമസ്കാരം. കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹികളെ കൊണ്ട് വലിയ തമ്മിത്തല്ലാണ് നടക്കുന്നത്. ഈ പോക്ക് പോയാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പരസ്പരം തല്ലിത്തീരുന്ന സാഹചര്യമാണുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ ഇപ്പോൾ 3-ൽ നിന്നും 7 ഉയർന്നിട്ടുണ്ട്. ആദ്യ പേരുകൾ ഇതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ തന്നെയാണ്. പ്രതിപക്ഷ നേതാവാണ് പാർട്ടി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കരുതൽ. രണ്ടാമത്തെ ആളാകട്ടെ രമേശ് ചെന്നിത്തലയാണ്. KPCC അധ്യക്ഷനായും പ്രതിപക്ഷ നേതാവായും മന്ത്രിയായും എല്ലാം പ്രവർത്തിച്ചിരുന്ന പാരമ്പര്യവും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നവരെക്കാൾ പാർട്ടിയിൽ സീനിയർ ആണ് എന്നതാണ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാദം. ഇനി മൂന്നാമത്തെ ആൾ ആരെന്ന് ചോദിച്ചാൽ KC വേണുഗോപാലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രസിഡന്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ പദവിയായി സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നത് തന്നെയാണ് തന്റെ മെരിറ്റായി KC വേണുഗോപാൽ കരുതുന്നത്. അടുത്തയാൾ കൊടിക്കുന്നിൽ സുരേഷാണ്. ഏറ്റവും കൂടുതൽ കാലം പാർലമെന്റ് അംഗമായ ആൾ എന്നതും അടിസ്ഥാന വർഗത്തിൽ നിന്നും വരുന്ന നേതാവാണ് എന്നതുമാണ് തന്റെ യോഗ്യതയായി മുഖ്യമന്ത്രി പദത്തിനായി കൊടിക്കുന്നിൽ കാണുന്നത്. അഞ്ചാമത്തെ നേതാവാകട്ടെ നമ്മുടെ ശശി തരൂരാണ്. വിശ്വപൗരനായ തരൂരിന് ഇല്ലാത്ത യോഗ്യതകളൊന്നുമില്ല. UN മുൻ അണ്ടർ സെക്രട്ടറി, മുൻ കേന്ദ്രമന്ത്രി തുടങ്ങിയ കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന ബഹുമതി വരെ തരൂരിനുണ്ട്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് KPCC നേതൃത്വത്തിനും താല്പര്യമില്ല എന്നതാണ് തരൂർ നേരിടുന്ന വെല്ലുവിളി. മോദി ഭക്തനായ അദ്ദേഹം കോൺഗ്രസ് തഴഞ്ഞാൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും ഏറെയുണ്ട്. അത് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇനി പറയാനുള്ളത് ആറാമത്തെയും ഏഴാമത്തെയും ആളുകളെ കുറിച്ചാണ്. അത് സുധാകരനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമാണ്. ഇവരുടെ മുഖ്യമന്ത്രി പദമോഹം അടുത്തിടെ തുടങ്ങിയതാണ്. സതീശനും ചെന്നിത്തലയും KCയും ഉൾപ്പെട്ട മറ്റു മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ എല്ലാം തമ്മിലടിക്കുമ്പോൾ ഇതിനിടയിൽ എങ്ങനെയെങ്കിലും നുഴഞ്ഞുകയറി മുഖ്യനാകാൻ പറ്റുമോ എന്നാണ് ഇവർ നോക്കുന്നത്. അതുകൊണ്ടാണ് നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന ആഗ്രഹം സണ്ണി ജോസഫ് പോലും ഇപ്പോൾ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്നത്. UDFന് എങ്ങാനും നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഈ 7 പേരും ചേർന്ന് ഉണ്ടാക്കാൻ പോകുന്ന തർക്കവും പാരവെപ്പും അടിപിടിയും കലാശിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതായത് ഇവയെല്ലാം സ്വാഭാവികമായി ചെന്നെത്തുന്നത് അടിപിടിയിലായിരിക്കും. ഈ പറഞ്ഞ 7 പേരല്ലാതെയും വേറെയും ചില പേരുകൾ ഉയർന്നു വരാനും സാധ്യതയുണ്ട്. കാരണം MP-മാർ ആരും മത്സരിക്കരുത് എന്ന അഭിപ്രായം ആദ്യം പറഞ്ഞത് ബെന്നി ബെഹനാൻ MP ആണ്. താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് KC വേണുഗോപാലിന്റെ വഴി മുടക്കാനാണ് എന്നാണ് ഒരു നിഗമനവും. A ഗ്രൂപ്പും I ഗ്രൂപ്പും ഇപ്പോൾ ഒരേ പാതയിലാണ് നീങ്ങുന്നത്. കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എല്ലാവരും കണ്ടതും അത് തന്നെയാണ്. ദീപ്തി മേരി വർഗീസ് മേയറാകാൻ പറ്റാതിരുന്നതും KC ഗ്രൂപ്പുകാരി ആണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. സഭയുടെ ഇടപെടലെല്ലാം ഇതിനു വേണ്ടി തന്നെ മനഃപൂർവ്വം AI ഗ്രൂപ്പുകൾ കൊണ്ടുവന്നിട്ടുള്ളതുമാണ്. ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന KC വേണുഗോപാലിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായാൽ അദ്ദേഹം മറ്റു ചില താപ്പാനുകളെ രംഗത്തിറങ്ങാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ രംഗത്ത് കൊണ്ടുവരും. അതിലൊന്ന് VM സുധീരനാണ്. രണ്ടാമത്തെ ആൾ മുല്ലപ്പള്ളി രാമചന്ദ്രനുമാണ്. മൂന്നാമത്തെ ആൾ PJ കുര്യനാണ്. ഇവർ കൂടി മത്സരിച്ച് ജയിക്കുകയും UDFന് ഭരണം ലഭിക്കുകയും ചെയ്താൽ ചെന്നിത്തലയും സതീശനും ഒക്കെ ആകെ അങ്ങ് പ്രതിരോധത്തിലാകും. മുല്ലപ്പള്ളിയും PJ കുര്യനും മത്സരിച്ചാലും ഇല്ലെങ്കിലും VM സുധീരൻ മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന നിലപാടിൽ സുധീരൻ ഉറച്ചു നിൽക്കുന്നുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും സുധീരൻ മത്സരിക്കും. KC വേണുഗോപാലായാലും VD സതീശനായാലും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന VM സുധീരന്റെ പേര് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചാൽ രമേശ് ചെന്നിത്തല പോലും അതിനെ എതിർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാകും. പണ്ട് കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ച് ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങിയ AK ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതുപോലുള്ള സാഹചര്യം എന്തുതന്നെയായാലും ഇത്തവണ നടക്കാൻ പോകുന്നില്ല എന്നും AK ആന്റണിയല്ല KC വേണുഗോപാൽ എന്നത് നാം മനസ്സിലാക്കണം. അന്നത്തെ സാഹചര്യവുമല്ല ഇന്നുള്ളത്. ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ കോട്ടയായ തിരൂരങ്ങാടിയിലായിരുന്നു. KCക്ക് വേണ്ടി ലീഗ് ഇനി മണ്ഡലം വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറാകില്ല. ഇനി കോൺഗ്രസിന്റെ ഏതെങ്കിലും ഉറച്ച സീറ്റിൽ നിന്ന് മത്സരിച്ച് ജയിക്കണമെന്ന കണക്കുകൂട്ടൽ മുന്നോട്ട് പോയാൽ
അവിടെയും സകല ഗ്രൂപ്പുകളും ചേർന്ന് കാലുവാരി KC-യെ തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ആരൊക്കെ മുഖ്യമന്ത്രി പദം എടുത്ത് അണിയുമെന്ന് കാത്തിരുന്ന് കാണാം.